ഹലോ ഫ്രണ്ട്സ്, ഞാൻ എവിടെ ഇങ്ങനെ നടന്നു പോകുന്നല്ലേ നിങ്ങൾ നോക്കുന്നേ? വേറെ എവിടെയുമല്ല, ഇപ്പോൾ തലശ്ശേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടെലിഗാല എന്ന് പറഞ്ഞ പരിപാടിയിലേക്കാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് കേട്ടോ. നവംബർ 29 മുതൽ ഡിസംബർ 8 വരെയാണ് ഇവരുടെ ഈ പരിപാടി ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് വെറും 30 രൂപ മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്പോട്ട് വരുന്നത് നമ്മുടെ ജോസ്ഗിരി ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, തലശ്ശേരി ജോസ്ഗിരി ഹോസ്പിറ്റലിന് നേരെ മുമ്പിലുള്ള ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിലാണ്. അങ്ങനെ നമ്മൾ കയറിയപ്പം തന്നെ കുട്ടികൾ വരച്ചിട്ടുള്ള കുറേ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ പോയി നമ്മളിവിടെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ഫുഡ്സ് ഉണ്ടാവുമല്ലോ, പുറത്ത് പോയിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഫുഡ്സ് എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. ഒരുപാട് സ്റ്റാൾസ് ഉണ്ട്. പാനിപ്പൂരിൻ്റെ, നമ്മളെ സാധാരണ ഉത്സവമേളകളിലൊക്കെ കാണുന്ന അങ്ങനത്തെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. മിക്കതും കൂടുതലായിട്ടുള്ളത് ഫുഡാണ്. ഫുഡ് ഫെസ്റ്റാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തലശ്ശേരിക്കാരായതുകൊണ്ട് തന്നെ തലശ്ശേരിക്കാരുടെ എല്ലാ തരം സ്പെഷ്യൽസും ഇവിടെ ഉണ്ട്. മുട്ടമാല, അൽസ എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ സ്റ്റേജ് ഷോസും ഉണ്ട്. അതിപ്പോൾ ഓരോ ദിവസം ഓരോ ടൈപ്പാണ് ഉള്ളത്. നമ്മളിന്ന് വന്ന സമയത്ത് ഗാനമേളയായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ നടന്നിട്ടെല്ലാം കാണുന്ന നേരം എൻ്റെ മോളെ പെട്ടെന്ന് കണ്ണുപോയത് പാനിപ്പൂരിയിലോട്ടാണ്. അങ്ങനെ നേരെ ഓക്ക് വേണ്ട പാനിപ്പൂരി മേടിച്ചിട്ട് നടന്നേട്ടാ. പിന്നെ അറബിക് ഡിഷായിട്ടുള്ള ലുക്കി മാത്രമുണ്ടല്ലോ, അത് ഇവിടെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുലുക്കി സർബത്ത് നമ്മളെ കണ്ണിൽ പെട്ടത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഫ്ലേവറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഒരു സ്ട്രോബെറി കുലുക്കിയും അതുപോലെ തന്നെ പൈനാപ്പിൾ കുലുക്കിയും ബൂസ്റ്റ് കുലുക്കിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ട്രോബെറിയും പൈനാപ്പിളും അത്ര സുഖമായിട്ടില്ല, എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പക്ഷെ ബൂസ്റ്റ് കുലുക്കി അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മളിവിടെ വനസുന്ദരി ഹെർബൽ ചിക്കൻ ഇവിടെ കണ്ടത്. പാലക്കാട് നമ്മളെ അട്ടപ്പാടിയിലുള്ള പെൺകൂട്ടായ്മയാണ് കേട്ടോ ഇവിടെ ഈ ഒരു ഹെർബൽ ചിക്കൻ സെർവ് ചെയ്യുന്നത്. കുരുമുളക്, പച്ചക്കാന്താരി, കോഴി, ജീരകം അങ്ങനത്തെ എല്ലാ മസാലകളും പച്ചക്ക് അടിച്ച് ആദ്യം നമ്മൾ ചിക്കൻ അങ്ങനെ വേവിച്ചെടുത്തിട്ടാണ് ഈ മസാലയൊക്കെ കൂട്ടി അതിൻ്റെ ഒപ്പം ദോശ, ചമ്മന്തി, സലാഡ്. പച്ചക്കോഴി സാധാരണ കോഴിയല്ലേ? സാധാരണ കോഴിയല്ലേ? ഓരോ അങ്ങനെ അതിന് ഒരു പ്ലേറ്റിന് 200 രൂപ. ഇവർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വനസുന്ദരി ചിക്കൻ എന്ന് പറഞ്ഞാൽ മല്ലിയിലയും കുരുമുളകൊക്കെ, പച്ച കുരുമുളകൊക്കെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത്. ചൂടോടെ കഴിക്കാൻ അടിപൊളിയാട്ടോ. പിന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പിള്ളേരതാ ആ തുള്ളി കളിക്കുന്ന സാധനം കണ്ടിട്ട് അയലുമ്പോൾ കുറച്ച് കയറി. പിന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അത് വേറൊരു ഐറ്റം കണ്ടത്, നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഈ ഒരു ഗ്രീൻ പീസ് മുട്ട മസാല അങ്ങനെ പറയുന്ന സംഭവമില്ലേ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അത് അവരുണ്ടാക്കുന്ന ആ ഒരു ഇത് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അതായത് നമ്മുടെ കപ്പ ഉണ്ടല്ലോ, അത് പുഴുങ്ങിയിട്ട് ഉടച്ചിട്ട് അതും നമ്മുടെ ഗ്രീൻ പീസ് വേവിച്ചതും ഇച്ചിരി മല്ലിയിലയും പച്ചമുളകും പിന്നെ അതിലേക്കൊരു പച്ച മുട്ടയും പിന്നെ മുതിര ഉണ്ടല്ലോ, മുതിര വേവിച്ചതും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്ത് സവാള ക്രഷ് ചെയ്തതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്നിങ്ങനെ യോജിപ്പിച്ചിട്ട് എടുക്കുന്നതാണ് ഈ ഒരു തവയിൽ. സംഭവം ചൂടോടെ കഴിക്കാൻ അടിപൊളിയാട്ടോ. ഇതിന് അവർ 80 രൂപയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് മാത്രമല്ല, മുതിര മുട്ടത്തോരൻ, അതുപോലെ തന്നെ കപ്പ മുട്ട, അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള അതും കൂടിയുണ്ട്. പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് നടന്നപ്പോൾ നമ്മളെ ഷാപ്പിലുള്ള കുട്ടനാടൻ രുചികളുണ്ടല്ലോ, നല്ല താറാവിറച്ചിയും അതുപോലെ തന്നെ എന്താ പറയുക ഷാപ്പിലെ മീൻകറിയും കൊഞ്ച് അങ്ങനെ എല്ലാ ഐറ്റംസും അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ചൂട് കൊത്തു പൊറോട്ടയും ഒക്കെ ഉണ്ട്. അതൊക്കെ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഇനി നമുക്ക് ടാറ്റു അടിക്കണോ അതല്ലെങ്കിൽ ഫേസ് പെയിൻറ് ചെയ്യണോ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും സമയം പോകുന്നത് അറിയില്ല കേട്ടോ. ഞങ്ങൾ പോയിട്ടുണ്ടായത് ഒരു 7 മണി ആ ഒരു ടൈമിലായിരുന്നു. പക്ഷെ തിരിച്ച് ഇത്ര ടൈം ആയോ എന്ന് ഇങ്ങനെ ചിന്തിച്ചു പോയി. കാരണം നമ്മൾ 10:30 ഒക്കെ ആയിരുന്നു തിരിച്ചു പോയത്.
എന്തായാലും എൻട്രി നമ്മൾ കയറുമ്പോൾ തന്നെ നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പാർക്കിംഗ് സെൻറ്റ് ജോസഫ് സ്കൂൾ ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത്. സോ എന്തായാലും അടിപൊളിയാണ്, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു പരിപാടി ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്.